ഈശോയിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിമല ഹൃദയ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. നാളെ യേശുവിൻ്റെ തിരുഹൃദയ തിരുനാൾ. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെയൊക്കെ ഈ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള ഒരവസരമായിട്ട് ഇങ്ങനെയുള്ള തിരുനാളുകളെ നമ്മളെടുക്കണം. പരിശുദ്ധ കന്യാമറിയത്തെ അലങ്കരിച്ച ചില കാര്യങ്ങളാണ് ഇന്നത്തെ 2 വായനകളിലും നമ്മൾ മനസ്സിലാക്കുക. പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ച് വേണമെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റുമെന്നാണ് പറഞ്ഞ്, വിശ്വാസത്തിൻ്റെ വിദ്യാലയം, വിശ്വാസത്തിൻ്റെ വിദ്യാലയം, ആത്മസമർപ്പണത്തിൻ്റെ മഹിതോദാഹരണം. വലിയ ഒരു ഉദാഹരണമായിട്ട് മറിയത്തെ നമുക്ക് കാണാൻ പറ്റും. ആത്മസമർപ്പണം നടത്തിയ കാര്യത്തിൽ നമ്മൾ 10 സ്വർഗീയമായ പുണ്യങ്ങളാൽ അലങ്കരിക്കപ്പെട്ട വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം എന്നുള്ളത് സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അതിൽ ആദ്യത്തെ 2-3 പുണ്യങ്ങളെക്കുറിച്ചെങ്കിലും നമ്മൾ ഈ തിരുനാളിൽ ചിന്തിച്ച് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനായിട്ട് പരിശ്രമിക്കുന്നത് നല്ലതാണ്. ഒന്ന്, സജീവ വിശ്വാസം. സജീവ വിശ്വാസം ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസത്തിൻ്റെ വിദ്യാലയം എന്ന് വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. നമുക്ക് വിശ്വാസം ഉണ്ടായാൽ പോരാ, സജീവ വിശ്വാസം. ആരെങ്കിലും അത്ഭുതം കണ്ടെങ്കിൽ ഒരല്പം വിശ്വാസം കൊണ്ട് കണ്ടതല്ല, അത്ഭുതം കണ്ടതെല്ലാം സജീവ വിശ്വാസം കൊണ്ട് അവർക്ക് സാധ്യമായ കാര്യങ്ങളാണ്. ഇവിടെ നമ്മുടെ വിശ്വാസം വളരണം. ലൂക്കായുടെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 17:5 വായിച്ചാൽ ശിഷ്യന്മാരാവശ്യപ്പെട്ട ഒരു കാര്യം, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഈ ഒരു പ്രാർത്ഥന നമ്മളും തുടരേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതൊരു ദൈവിക പുണ്യം, അതാണ് അഗാധമായ എളിമ. അഗാധമായ എളിമ. എളിമയ്ക്ക് വലിയ ഒരു ഉദാഹരണമായിട്ട് മറിയത്തെ കാണാൻ പറ്റും. എളിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അനുസരണമാണ്. അനുസരണം. പരിശുദ്ധ കന്യാമറിയത്തെ സംബന്ധിച്ചിടത്തോളം പെർഫെക്റ്റ് ഒബീഡിയൻസ്, പൂർണ്ണമായിട്ടുള്ള അനുസരണം, അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് മൂന്നാമത്തെ ദൈവിക പുണ്യവും അതുതന്നെയാണ്, അന്ധമായ അനുസരണം. മറിയം പറഞ്ഞൊരു കാര്യമാണ് ഫിയാത്ത്. ഫിയാത്ത് എന്ന് പറഞ്ഞാൽ ലെറ്റ് ഇറ്റ് ബി ഡൺ, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. യേശുവിനെ സംബന്ധിച്ചിടത്തോളം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത് അവൻ്റെ ഭക്ഷണമായി തീർന്നു. അതാണ് യോഹന്നാൻ 3:34 വായിക്കുമ്പോൾ നമ്മൾ കാണുക, അവൻ്റെ ഭക്ഷണം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതായിരുന്നു. ഏതാണ്ട് ഇതുപോലെ മറിയം ചെയ്തൊരു കാര്യം, അവൾ പറഞ്ഞു ഫിയാത്ത്. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ളൊരു വാക്കായിട്ട് നമുക്ക് തോന്നാം, സിമ്പിളായിട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ഫിയാത്ത് പറഞ്ഞപ്പോൾ അവൾ അതുവരെ മുറുകെ പിടിച്ചിരുന്ന പലതും കൈവിടേണ്ടി വന്നു. അവളുടെ ഇഷ്ടം, അവളുടെ പദ്ധതികൾ അതെല്ലാം നഷ്ടമാക്കിക്കൊണ്ട് അവളെക്കുറിച്ച് ദൈവത്തിനുള്ള പദ്ധതി അവൾ ഏറ്റെടുത്തു. അതിന് ഈ ഒരു കാര്യം പറയണമായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ വിശ്വാസം എവിടെയെത്തി? നമ്മുടെയൊക്കെ അനുസരണം എവിടെയെത്തി? നമ്മുടെയൊക്കെ സമർപ്പണം എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. മറിയത്തിൻ്റെ വിമല ഹൃദയം, യേശുവിൻ്റെ തിരുഹൃദയം നാളെ നമ്മൾ അനുസ്മരിക്കും. ഈ സമയത്ത് നമ്മൾ ഹൃദയവുമായി ബന്ധപ്പെടുത്തി 2-3 കാര്യങ്ങൾ വചനത്തിൽ നിന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമുക്കും ഒരു ഹൃദയമുണ്ട്. വിശുദ്ധ കൊച്ചു ത്രേസ്യ സൂചിപ്പിച്ചൊരു കാര്യം, ഹൃദയം സ്നേഹിക്കാനുള്ളതാണ്. നമുക്കും ഒരു ഹൃദയമുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് സ്നേഹിക്കാം. അതാണ് ആ വിശുദ്ധ പറഞ്ഞത്. സ്നേഹിക്കാൻ വേണ്ടിയാണ് ഈ ഹൃദയം. അതിന് നമ്മൾ പ്രയോജനപ്പെടുത്തണം. അതല്ലെങ്കിൽ പിന്നെ ഹൃദയം കൊണ്ട് നടന്നിട്ട് എന്ത് കാര്യം? ഹൃദയം സ്നേഹിക്കാനുള്ളതാണ്. ആ സ്നേഹിക്കുന്ന കാര്യത്തിൽ നമ്മൾ പരാജയപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ഹൃദയവുമായി ബന്ധപ്പെടുത്തി 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒരു ഹൃദയം ഉണ്ടായാൽ പോരാ, നമുക്ക് ആ ഹൃദയം ഗുണമേന്മയുള്ളതായിരിക്കണം. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ഹൃദയം പ്രവർത്തിക്കുന്നതായിരിക്കണം. കാരണം പ്രഭാഷകൻ 13:25 വായിച്ചാൽ, ഹൃദയത്തിലെ നന്മയ്ക്കും തിന്മയ്ക്കും അനുസരിച്ച് മുഖഭാവം പോലും മാറും. നമ്മൾ ഒരാളുടെ മുഖത്തോട്ട് നോക്കിയാൽ
അവരുടെ ഹൃദയം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അറിയാൻ പറ്റും. അവരുടെ ഹൃദയത്തിൽ എന്താണ് നിക്ഷേപം, അവരുടെ ഹൃദയത്തിൽ അവർ സൂക്ഷിക്കുന്നത്, നിറച്ചു വച്ചിരിക്കുന്നത് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് മുഖത്തോട്ട് നോക്കിയാൽ പോലും. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ നന്മയ്ക്കും തിന്മയ്ക്കും അനുസരിച്ച് മുഖഭാവം മാറുമെങ്കിൽ ഒരു പ്രസന്നവദനം ആഗ്രഹിക്കുന്നവർ ഹൃദയം ആദ്യം വെടിപ്പാക്കണം. ഹൃദയവുമായി ബന്ധപ്പെടുത്തി 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 1, വെടിപ്പുള്ള ഹൃദയം. വെടിപ്പുള്ള ഹൃദയം, വിശുദ്ധി നിറഞ്ഞു നിൽക്കുന്ന ഹൃദയം. ആ ഹൃദയമാണ് ദൈവത്തിൽ ഉറപ്പിക്കപ്പെട്ട ഹൃദയം. ആ ഹൃദയത്തിനാണ് ദൈവം പറയുന്നത് കേൾക്കാൻ പറ്റുക, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുക. ഹൃദയത്തിൽ അശുദ്ധിയാണ് നിറഞ്ഞു നിൽക്കുന്നത് എങ്കിൽ നമ്മുടെ നോട്ടവും നമ്മുടെ സംസാരവും നമ്മുടെ പ്രവൃത്തികളെല്ലാം അതനുസരിച്ചേ പോകത്തുള്ളൂ. നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും ഹൃദയം. നിൻ്റെ ഹൃദയം എവിടെയോ അതനുസരിച്ചായിരിക്കും നിൻ്റെ ഹൃദയം പ്രവർത്തിക്കുക. ദൈവത്തിൽ ഉറപ്പിക്കപ്പെട്ട ഹൃദയമാണെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിച്ചോളൂ. അതുകൊണ്ട് നമുക്ക് വെടിപ്പുള്ള ഹൃദയം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. രണ്ടാമത്തേതാണ് പഠിപ്പുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ ജ്ഞാനമുള്ള ഹൃദയം. ബൈബിളിൽ ഇഷ്ടം പോലെ വചനഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ സുഭാഷിതങ്ങൾ 23:15 എടുത്താൽ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിൻ്റെ ഹൃദയം ജ്ഞാനമുള്ള ഹൃദയമാണെങ്കിൽ, പഠിപ്പുള്ള ഹൃദയമാണെങ്കിൽ അത് കാണുമ്പോൾ എൻ്റെ ഹൃദയം ആനന്ദം കൊള്ളും. ദൈവം പറയാണ്, ദൈവം കണ്ട് ആനന്ദിക്കുന്നത് നമ്മുടെ സൗന്ദര്യത്തിലേക്ക് നോക്കിയല്ല, ബംഗ്ലാവിലേക്ക് നോക്കിയല്ല. ദൈവം കണ്ട് ആനന്ദിക്കുന്നത് പഠിപ്പുള്ള ഹൃദയത്തിലേക്ക് നോക്കിയാണ്. അങ്ങനെ ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണ് നമ്മളെങ്കിൽ നമ്മളെ കാണുമ്പോൾ ദൈവത്തിനുണ്ടാകുന്നത് ആനന്ദമാണ്, സങ്കടമല്ല, ആനന്ദം. ഇതില്ലാതെ ഈ ലോകത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ വ്യാപരിച്ച് മുമ്പോട്ട് പോകുന്നവരെ കാണുമ്പോൾ ഈ ദൈവത്തിന് സങ്കടം വരാതിരിക്കുമോ? മൂന്നാമതൊരു കാര്യം, ദൈവം വളരെ ആവശ്യപ്പെടുന്ന, ഇഷ്ടപ്പെടുന്ന ഒന്നാണ് തുടിപ്പുള്ള ഹൃദയം. പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിനൊരു തുടിപ്പുണ്ടാകണം. ദൈവത്തിൻ്റെ ഹൃദയം തുടിപ്പുള്ള ഹൃദയമാണ്. ജെറമിയ 31:20 വായിച്ചു കഴിഞ്ഞാൽ അവിടെ ദൈവം പറയുന്നൊരു കാര്യം, യാക്കോബേ, നിന്നെ കാണുമ്പോൾ എൻ്റെ ഹൃദയം തുടിക്കുന്നു. മനുഷ്യനെ കാണുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം തുടിക്കുന്നു. അപ്പോൾ അതിനേക്കാളേറെ മനുഷ്യൻ ദൈവത്തെ കാണുമ്പോൾ ഹൃദയം തുടിക്കണ്ടേ? പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, ദിവ്യകാരുണ്യത്തിന് മുമ്പിലായിരിക്കുമ്പോൾ, ബലിയർപ്പിക്കുമ്പോഴൊക്കെ ഈ തുടിപ്പ് നമ്മൾ അനുഭവപ്പെടാറുണ്ടോ? അതോ ഒരു മരവിപ്പാണോ നമ്മൾ അനുഭവിക്കുന്നത്? അവിടെയാണ് മാറ്റം വരേണ്ടത്. പരിശുദ്ധ കന്യാമറിയം ഇക്കാര്യങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം കൽപ്പിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇത്രയും സ്വീകാര്യത ദൈവത്തിന് മുമ്പിൽ അവൾക്കുണ്ടായത്, ലോകത്തിൻ്റെ മുമ്പിൽ അവൾക്കുള്ളത്. ഇതുപോലെ നമ്മളും ശ്രദ്ധിക്കുകയാണെങ്കിൽ, അലങ്കരിക്കപ്പെടേണ്ടവയാൽ അലങ്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലോകം നമ്മളെ മാനിക്കും, അതിലേറെ ദൈവം നമ്മളെ വിലമതിക്കും. ആ ഒരു കാര്യം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അതനുസരിച്ച് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുവാനും ക്രമീകരിക്കുവാനും അത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് മുമ്പോട്ട് പോകുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.